ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ചെജാലു ടോക്സ്. ഇന്നൊരു കൺഫെഷനാണ്. എൻ്റെ വെരി പേഴ്സണൽ ആയിട്ടൊരു കൺഫെഷനാണ്. ദാറ്റ് ഐ വാസ് എ ബുള്ളി ഇൻ മൈ സ്കൂൾ. ഞാനൊരു ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. സോ അവിടെ ഒരു 8ാം ക്ലാസ് വരെ ഞാനൊരു ബുള്ളിയായിരുന്നു. ഓർ ഐ ബിലോങ് ടു ദ ഗ്യാങ് ഓഫ് ബുള്ളീസ്. ഞാൻ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഐ മീൻ കുറെ ഹറാസ് ചെയ്തിട്ടുണ്ട്. കുറെ പേടിപ്പിച്ചിട്ടുണ്ട്. കുറെ ഐ മീൻ ആ സമയത്ത് എനിക്ക് നല്ല സൈസ് ഉണ്ടായിരുന്നു. ഈ സൈസ് അന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ വളർന്നിട്ടില്ല. ഇത് തന്നെയാണ്. അപ്പോൾ ചെറുതായിട്ട് മീശയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം എന്നെ എന്തുകൊണ്ടോ ബുള്ളി ആവാനുള്ള പ്രേരണ അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയവനാണ് എന്നൊരു സംഗതി എന്റെ മനസ്സിലുണ്ടാക്കിയെടുത്തു. ഐ ആം വെരി ഐ റിയലി റിഗ്രറ്റ് ഫോർ ദാറ്റ്. ഐ ആം വെരി സോറി ഫോർ ദാറ്റ്. ദോസ് ഹു ഹാവ് ഐ ഹാവ് ഹേർട്ടഡ്. ഐ ആം റിയലി സോറി. പക്ഷെ അതിനുശേഷം ഒരു 9ാം ക്ലാസ്സൊക്കെ ആയപ്പോ എന്തോ ഒരു തിരിച്ചറിവ് വന്നണക്ക്. ഞാൻ കംപ്ലീറ്റ്‌ലി അങ്ങ് സ്വിച്ചായി. അതായത് ആഹ്, ഞാനൊന്നും അല്ല. ഞാനെന്താണ്? ഞാനൊക്കെ മരിക്കാനുള്ളതല്ലേ? അല്ലെങ്കിൽ എന്റെ സമയത്ത് അപ്പൊരു ഒരു മേജർ ഇവന്റൊക്കെ നടന്നു ജീവിതത്തിലൊക്കെ. പക്ഷെ എന്നാലും ആ സമയത്ത് എനിക്ക് എന്തോ ഭയങ്കര ഗ്യാപ്പ് തോന്നി. ഭയങ്കര എന്താ പറയാ? ഭയങ്കര വോയിഡായിട്ട് തോന്നി ഞാനൊക്കെ. ഞാനല്ല എല്ലാ മനുഷ്യരും. എന്തിനാ ഇതൊക്കെ ചെയ്തിട്ട്? എന്ന രീതിയിലുള്ള സംഭവമായി. ആൻഡ് ഐ സ്വിച്ച്ഡ് ടു എന്താ പറയാ? മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുക എന്ന രീതിയിലായി. സീ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഗോ അവേ ഫ്രം ദ ഗ്യാങ് ദാറ്റ് യു ഓൾറെഡി ബിലോങ്. നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ഗ്യാങ് വിട്ട് പുറത്തു പോകാൻ ഭയങ്കര പാടാ. എസ്പെഷ്യലി ഈ ബുള്ളീസിന്റെ ഗ്യാങ് ആണെങ്കില്. സോ അത് ഞാൻ ചെയ്തു. ആൻഡ് അതിന്റെ ഒരു ഫലമായിട്ട് ഞാൻ വളരെ ഒറ്റപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാല് ആഹ്, ഈ വിക്ടിംസ് ഓഫ് ബുള്ളീസ് അല്ലെങ്കിൽ ഈ ബുള്ളി ചെയ്യപ്പെട്ട ആൾക്കാരുണ്ടല്ലോ. ഇവര് പലരും ജീവിതത്തിൽ അങ്ങോട്ട് പോയിട്ട് വലിയ വിജയങ്ങൾ കൊണ്ടുവന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതേസമയം വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്. ഐ മീൻ കംപ്ലീറ്റ്ലി ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. ഈവൻ സൂയിസൈഡ് വരെ ചെയ്ത ആൾക്കാരുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ഇഫ് യു ആർ വിക്ടിംസ് ഇപ്പോ നമുക്കറിയാം കുറെ ലീഗൽ സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഓപ്പൺ അപ്പ് ആകാനുള്ള എല്ലാ പ്ലാറ്റ്ഫോംസും ഉണ്ട്. സോ ഡോണ്ട് ബി എ വിക്ടിം ഫോർ ബുള്ളിയിങ്. അത് അത് നിങ്ങൾ സഹിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ തുറന്ന് പറയാ. രണ്ടാമത്തെ കാര്യം വെച്ചാല് നിങ്ങള് ഒരിക്കലും അത് നിങ്ങള് ആഹ്, യു ആർ ദ വിക്ടിം ആൻഡ് ഇറ്റ് ഈസ് നോട്ട് യുവർ കോസ് അല്ലെങ്കിൽ നിങ്ങൾ കാരണമല്ല നിങ്ങൾക്കിത് ഉണ്ടാകുന്നെ. ഇറ്റ്സ് അവർ പ്രോബ്ലം അല്ലെങ്കിൽ പുള്ളീസിന്റെ പ്രോബ്ലം ആണ്. പുള്ളീസിന് എന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നെ. അല്ലാതെ നിങ്ങൾ എന്തോ മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുറവുണ്ടായത് കൊണ്ടല്ല. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ. ആൻഡ് ബുള്ളി ചെയ്യപ്പെടുന്ന ആൾക്ക് എന്തോ മാനസിക പ്രശ്നങ്ങളുണ്ട്. അത് സത്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ആഹ്, ആക്ച്വലി ഇത് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ ഇതിന് കൊടുക്കേണ്ട സംഗതിയാണ് ബുള്ളിയിങ്ങിന്. ഞാനിപ്പോ പറയാനുള്ള കാര്യം വെച്ചാല് ഐ ഹാവ് ഐ മീൻ ഞാൻ കിടന്നുറങ്ങിയപ്പോ ഇങ്ങനെ എന്റെ സ്വപ്നങ്ങൾ വന്നു. ഇങ്ങനെ ഓർമ്മകൾ വന്നു. അത്രേ ഉള്ളൂ. സോ ഞാൻ പറയാൻ വരുന്നത് വെച്ചാല് ബുള്ളീഡ് ഈസ് നോട്ട് യുവർ സിൻ അല്ലെങ്കിൽ യുവർ റോങ്. ഇറ്റ്സ് their wrong. ഐ മീൻ ഞാൻ പണ്ട് ഉൾപ്പെട്ടിരുന്ന ആ കാറ്റഗറിയിലെ അവരുടെ പ്രശ്നമാണ്. നമുക്കെന്തോ പേഴ്സണലി അല്ലെങ്കിൽ മെന്റലി പ്രശ്നം ഉണ്ടായോണ്ടാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് ഈ ബുള്ളീസ് എല്ലാം പിന്നീട് ലൈഫിൽ വലിയ ഫെയിലിയർ ആയിട്ടേ ഉള്ളൂ. ദേ ഫെയിൽഡ് അറ്റ് ലൈഫ്. ഐ മീൻ അവര് ഭയങ്കരമായിട്ടുള്ള എന്തോ പവർ കോൺസെപ്റ്റ് അവരുടെ മനസ്സിലുണ്ട്. അവര് എന്തോ ഒരു പവറിൽ ബിലോങ് ചെയ്യപ്പെട്ട ആളാണ്. പെട്ടെന്ന് ഒരു ദിവസം നമ്മള് റിയൽ സ്കൂളും കോളേജും വിട്ട് റിയൽ വേൾഡ് വരുമ്പോ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ നത്തിങ്. നമ്മളൊന്നുമല്ല. നമ്മൾ സ്കൂളിനകത്ത് ഒരു എന്താ പറയാ ഇത്തിരി സൈസ് കൂടുതലുണ്ടായോണ്ടോ അല്ലെങ്കിൽ കുറച്ച് മാസ്കുലിൻ ആയതുകൊണ്ടോ കാണിച്ച പരിപാടിയൊന്നും റിയൽ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? സോ ഇഫ് bullies are seeing this video, please change yourself. ഇത് അങ്ങനെയല്ല വർക്കൗട്ട് ചെയ്യണ്ടേ. ഇത് ജീവിതത്തില് വേറെ സംഗതിയാണ് വരാൻ പോണെ. സോ പ്ലീസ് ചേഞ്ച്. മാത്രമല്ല എന്തിനാ മറ്റുള്ളവരെ പ്രാർത്ഥന നമുക്ക്? ഡോണ്ട് ഡു ദാറ്റ്. ജസ്റ്റ് ഡോണ്ട് ഡു ദാറ്റ്. അത് ചില ആൾക്കാരുടെ ജീവൻ തന്നെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ എപ്പഴും പറയുന്നു, എന്റെ ജീവിതത്തില് അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസില് ബുള്ളി ചെയ്യപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ലൈഫിൽ വിജയിച്ചിട്ടുള്ളത്. ഇൻ മൈ എക്സ്പീരിയൻസ്. So, victims, please don't think that this is your mistake. And bullies, please, 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 please realize that.
This is your sin. This is your mistake. Something is problematic in your mind.